വേദനിക്കുന്ന വാർത്തകൾ അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് വയനാടും കണ്ണൂരും ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ ബഹുജനങ്ങൾ. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത വന്യജീവികളുടെ അക്രമത്തിൻ്റെ വാർത്തയാണ്. പെടഞ്ഞു മരിക്കുന്ന മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. ഏറ്റവും ഒടുവിൽ 2 ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ മരണത്തിൻ്റെ വാർത്ത കേട്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ ഡൽഹിയിൽ കാലുകുത്തിയിട്ടുണ്ടാവുക. പാവപ്പെട്ട മനുഷ്യർ, കർഷക തൊഴിലാളികൾ, ഈ സമൂഹത്തിലെ ഏറ്റവും പിറകിൽ നിൽക്കുന്നവർ, പണിയെടുത്ത് ജീവിക്കുന്നവർ, അവർക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. എത്രയെത്ര മനുഷ്യ ജീവിതങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 1972 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ തുടർച്ചയിൽ രാജ്യത്ത് വന്യജീവികളുടെ അക്രമത്തെ പ്രതിരോധിക്കുന്നതിന്, തടഞ്ഞു നിർത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരിനും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം രൂപപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ വാജ്പേയി BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആ വൈൽഡ് ലൈഫ് ആക്ടിൽ വരുത്തിയിട്ടുള്ള അമെൻമെന്റിലൂടെ അത് കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ജനവിരുദ്ധമായിട്ടുള്ള, മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒന്നാക്കി ആ നിയമത്തെ മാറ്റിത്തീർത്തു. കൂടുതൽ ശക്തിപ്പെടുത്തി, മനുഷ്യവിരുദ്ധതയെ ശക്തിപ്പെടുത്തി. ആ മനുഷ്യവിരുദ്ധതയുടെ ഇരകളായിട്ടാണ് വയനാട്ടിലെയും കേരളത്തിലെയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള പാവപ്പെട്ട മനുഷ്യർ വന്യജീവികളുടെ അക്രമത്തെ തുടർന്ന് പെടഞ്ഞു മരിക്കുന്നത്. ചിലർ ഈ വിഷയത്തെ കേരളത്തിലെ സർക്കാരിനെതിരായി തിരിച്ചുവിടുന്നതിന് വേണ്ടി നോക്കുകയാണ്. എന്നാൽ രാജ്യത്തിൻ്റെ മൊത്തം സ്ഥിതി എന്താണ്? 1990 രാജ്യത്തുണ്ടായിരുന്ന ആനയുടെ എണ്ണവും ഇപ്പോഴുള്ള ആനയുടെ എണ്ണവും അത് 3 മടങ്ങിലധികമായി വർദ്ധിച്ചിരിക്കുന്നു. കടുവയുടെ എണ്ണം, പുലിയുടെ എണ്ണം എല്ലാം വർദ്ധിച്ചിരിക്കുന്നു. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തിലുള്ള ഒരു ചിത്രമാണ്. ഇനി മരണത്തിൻ്റെ കണക്കെടുക്കാം. 1990കളിൽ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ 140 കോടിയിൽ എത്താതിരുന്ന ഒരു കാലത്ത് രാജ്യത്ത് വന്യജീവി അക്രമത്തിൽ മരണപ്പെട്ട ആളുകളുടെ 3 മടങ്ങ് ആളുകളാണ് 2020കളിൽ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് വന്യജീവി അക്രമത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇനിയും കണക്കെടുക്കാം. ആ കണക്കുകൾ എന്താണ്? 1923 കണക്ക് പ്രകാരം ഒഡീഷയിൽ മാത്രമായിട്ട് അവിടെ ആനയുടെ അക്രമത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് 156 ആളുകളാണ്. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ സർക്കാരിനെതിരായി നിരന്തരം പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു MLA കേരളത്തിലെ നിയമസഭയുണ്ട്. ആ നിയമസഭയിലുള്ള ആ MLAയുടെ പാർട്ടി ഭരിക്കുന്ന ബംഗാളിൽ കഴിഞ്ഞ 2024 അവിടെ കടുവയുടെ അക്രമത്തിൽ മരണപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ കണക്കെടുത്ത് നോക്കിയാൽ അത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള, മനുഷ്യർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള 2ാമത്തെ സംസ്ഥാനമാണ്. ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് വൈൽഡ് ലൈഫ് അക്രമം ഉണ്ടാവുന്നു, പാവപ്പെട്ട മനുഷ്യർ പെടഞ്ഞു മരിക്കുന്നു. ഇതിനെതിരായിട്ടുള്ള ബഹുജന പ്രക്ഷോഭം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഉയർന്നു വരുന്നു എന്നുള്ളത് നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഗുജറാത്തിന്റെ, മഹാരാഷ്ട്രയുടെ എല്ലായിടങ്ങളിൽ നിന്നും ജനവിഭാഗത്തിന്റെ, ആദിവാസികളുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധം ഇതിനെതിരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം കാണുകയാണ്. വൈൽഡ് ലൈഫ് വിഷയത്തിൽ ഈ രാജ്യത്തിലെ ഗവൺമെന്റ് നിയമനിർമ്മാണം, നിലവിലുള്ള നിയമത്തെ മാറ്റി മനുഷ്യത്വമുള്ള നിയമത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ആ ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. മനുഷ്യജീവന് വിലയുണ്ടോ? മനുഷ്യജീവന് വിലയുണ്ട്. പന്നിയുടെ ജീവന് വിലയുണ്ട്, കുരങ്ങിന്റെ ജീവന് വിലയുണ്ട്, കടുവയുടെ ജീവനും ഒക്കെ വിലയുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യരുടെ ജീവനും വിലയുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. മനുഷ്യജീവന് വിലയില്ല എന്ന് നിങ്ങൾ കരുതിയാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഇവിടെ ഡൽഹിയിൽ നിങ്ങൾ വന്നപ്പോൾ കാഴ്ച കണ്ടിട്ടുണ്ടാവും. ഡൽഹിയിലെ കാഴ്ച എന്താണ്? ഞങ്ങൾ താമസിക്കുന്ന MP ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴാണ് കുരങ്ങ് കടിക്കുക, എപ്പോഴാണ് പട്ടി കടിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് പുറത്തിറങ്ങേണ്ടുന്ന സ്ഥിതിയാണ്. നിങ്ങൾ പന്നിക്ക് ഭക്ഷണം കൊടുക്കുന്നു, പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു, കുരങ്ങിന് ഭക്ഷണം കൊടുക്കുന്നു. പക്ഷെ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ, മനുഷ്യരെ സംരക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഗവൺമെന്റിനോട് ഞങ്ങൾ പറയുന്നത്. ഇനി 2, കേരളത്തോട് നിങ്ങൾ കാണിക്കുന്ന, കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള നയത്തെയാണ്. വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, വയനാട്ടിലെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ
ലാൻഡ് സ്ലൈഡുകളിൽ ഒന്നിനെ അഭിമുഖീകരിച്ച ജനത വിശദാംശങ്ങൾ സ്വാഗത പ്രസംഗത്തിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ടോ? ആ ജനതയോട് എത്രമേൽ ക്രൂരതയാണോ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ബ്രിട്ടാസും ഞാനും റഹീമും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ എംപിമാർ പാർലമെന്റിൽ, സന്തോഷും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ എംപിമാർ പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചപ്പോ ആദ്യം തന്നെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്, മുന്നറിയിപ്പ് ഞങ്ങൾ നേരത്തെ തന്നെ 4 ദിവസം മുന്നേ തന്നെ കൊടുത്തിരുന്നു എന്നുള്ളതാണ്. നുണകളുടെ മഹാപ്രളയം കൊണ്ട് കേരളത്തെയും വയനാട്ടിനെയും സാഹസിക്കാനാണോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണോ, ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനോ കേരള വിരുദ്ധ നയത്തിനോ വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ എല്ലാ അർത്ഥത്തിലും അപഹസിക്കുന്ന നയത്തിനെതിരായിട്ടുള്ള നിങ്ങളുടെ പ്രതിഷേധം അത് ഈ രാജ്യത്തിലെ ജനതയുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തുന്ന പ്രതിഷേധമായിട്ട് മാറും. നിങ്ങൾക്കൊപ്പം ഈ നാടാകെ ഉണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന എല്ലാ പാർലമെന്റ് അംഗങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ മുദ്രാവാക്യത്തിനൊപ്പം നിന്നോ ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിക്കുമെന്ന ഉറപ്പോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.